ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൽ തീമഴ പെയ്തതുപോ. ഉളവായതൊന്നും എന്നെ കൂടാതെ ഉളവായിട്ടില്ല എന്ന് യേശു പറഞ്ഞു. അങ്ങനെ പറയാനും മാത്രം വലിയവൻ. ഉളവായതൊന്നും തന്നെ കൂടാതെ ഉളവായിട്ടില്ല എന്ന് പറഞ്ഞത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാം വാക്യത്തിലാണ്. ഈ ലോകത്തിൽ ഉളവായതൊന്നും തന്നെ കൂടാതെ ഉളവായിട്ടില്ല എന്ന് പറഞ്ഞാൽ താനാണ് എല്ലാത്തിനെയും പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് സൃഷ്ടിച്ചത് എന്ന് തന്നെയാണ്. പിതാവിൻ്റെ മഹത്വത്തിന് പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് യേശുവാണ് ഈ പ്രപഞ്ചം മുഴുവനും, അങ്ങ് ആകാശത്തിൻ്റെ അനന്തി നിൽക്കുന്ന സൂര്യഗോളം മുതൽ എല്ലാത്തിനെയും സൃഷ്ടിച്ചത് യേശുവാണ് എന്നാണ് യോഹന്നാൻ 1:3 പറഞ്ഞത്. പിതാവാണ് അങ്ങനെ ചെയ്തത് എന്ന് ഉൽപ്പത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവാണ് അവിടെ ചലിച്ചുകൊണ്ടിരുന്നത് എന്നും അവിടെ വായിക്കുന്നുണ്ട്. പിതാവിനോടുള്ള സമത്വത്തിൽ പിതാവിൽ തന്നെ പുത്രനുണ്ടായിരുന്നു എന്നും ഞാനും കൂടെ ചേർന്നാണ് സൃഷ്ടികർമ്മം നടത്തിയതെന്നും യോഹന്നാൻ 1:3 പറയുമ്പോൾ അതും മറ്റൊരു സത്യമായി തീരുകയാണ്. അങ്ങനെ പഠിപ്പിച്ച ദൈവം തന്നെയായ ദൈവപുത്രൻ എന്ന്, ദൈവപുത്രനെക്കുറിച്ച് ദൈവം തന്നെ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. യോഹന്നാൻ 1:18 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പുത്രനായ ദൈവം തന്നെയായ യേശുക്രിസ്തു എന്ന് എഴുതിയിരിക്കുന്നു. ഇതെല്ലാം ദൈവപുത്രൻ്റെ കൽപ്പനയാണ്. നമ്മൾ പാപികളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളും പാടുമ്പോൾ കൈ ഉയർത്തുന്നു. നമ്മുടെ കയ്യിൽ ആമം വെക്കുകയല്ല, കയ്യിലെ രോഗം മാറ്റുകയാണ്, കയ്യിരിക്കുന്ന നെഞ്ചിലെ പാപം മാറ്റുകയാണ്, നെഞ്ചിരിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിലെ ബന്ധനങ്ങൾ അഴിക്കുകയാണ് യേശു ചെയ്യുന്നത്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു 61-ാം അധ്യായത്തിൽ, ഞാൻ ബന്ധിതരെ അഴിച്ചുവിടാനാണ് വന്നത് എന്ന്. ഇംഗ്ലീഷിലാണ് പറയുന്നെങ്കിൽ എന്ത് രസമാണ്. ഐ വിൽ സെറ്റ് ഫ്രീ ദ കാപ്റ്റീവ്സ്. ഞാൻ തീർച്ചയായിട്ടും സകല ബന്ധനങ്ങളിൽ നിന്നും അടിമത്തം അനുഭവിക്കുന്ന പാപത്തിൻ്റെ കെട്ടുകൾ അതിനകത്ത് കെട്ട് വിഷമിക്കുന്ന മനുഷ്യനെ ഞാൻ അഴിച്ചുവിടും. ഇംഗ്ലീഷും മലയാളവും ഒന്ന് തന്നെ, ഒരേപോലെ തന്നെ ആശയങ്ങൾ. ഞാനങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഫ്രീഡം തരും, നിങ്ങളുടെ പാപാന്ധകാരത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ തരും എന്നാണ് യെശയ്യാ 61:1-2 പറഞ്ഞത്. നിങ്ങളുടെ അന്ധന്മാരുടെ കണ്ണുകൾ അവിടെ തുറക്കുമെന്ന്, ബധിരന്മാരുടെ ചെവികൾ അവിടെ തുറക്കുമെന്ന്, ഊമന്മാരുടെ നാവുകൾ വിശുദ്ധീകരിക്കപ്പെടുമെന്ന്, ക്യാൻസറൊക്കെ ഉള്ളവരുടെ ബന്ധനങ്ങൾ അവിടെ അഴിക്കപ്പെടുമെന്ന്, പാപാന്ധകാരത്തിൽ കിടക്കുന്ന ബന്ധിതരെ പാപം ചെയ്യാത്തവരാക്കുമെന്ന്, അങ്ങനെയൊക്കെ പറയുകയാണ് യെശയ്യാ പ്രവാചകൻ 61-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ. യെശയ്യാവ് പറഞ്ഞതിനെ ആവർത്തിച്ച് പറയുന്ന കാര്യത്തിൽ ലൂക്കോസ് വിജയിച്ചു. 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു, ഞാൻ അന്ധന് കാഴ്ചയും ബധിരന് കേൾവിയും അടിച്ചമർത്തപ്പെട്ടവന് സ്വീകാര്യമായ വത്സരവുമാണ് എന്നവിടെ എഴുതിയിരിക്കുന്നു. ഒരിക്കൽ സ്നാപക യോഹന്നാന് സംശയം തോന്നി, ഈ യേശു ആണോ വരുവാനിരിക്കുന്നവനെന്ന്. അതുകൊണ്ട് സ്നാപക യോഹന്നാൻ യേശുവിൻ്റെ അടുത്തേക്ക് തൻ്റെ ശ്രേഷ്ഠ ശിഷ്യന്മാരെ അയച്ചു. അവർ വന്ന് ചോദിച്ചു, അങ്ങ് തന്നെയോ വരുവാനിരിക്കുന്നവൻ? യേശു പറഞ്ഞു, നിങ്ങൾ ചെന്ന് നിങ്ങളുടെ ഗുരുവിനോട് പറയുക, ഇവിടെ അന്ധന്മാർ കാണുന്നു, ഇവിടെ ബധിരന്മാർ കേൾക്കുന്നു, ഇവിടെ ഊമന്മാർ സംസാരിക്കുന്നു. നിങ്ങൾ ചെന്ന് അങ്ങനെ പറയുക. മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇതെല്ലാം പറഞ്ഞ് അയക്കുകയാണ്. അവർ ചെന്ന് ഗുരുവിനോട് പറഞ്ഞു, ഇവിടെ അന്ധന് കാഴ്ച കിട്ടുന്നുവെന്നും ബധിരന് കേൾവി കിട്ടുന്നു എന്നും ഊമന് സംസാരശക്തി കിട്ടുന്നുവെന്നും പലവിധ രോഗങ്ങളും ദുഃഖങ്ങളും തകർച്ചകളും മാറുന്നു എന്നുമാണ് എന്നോട് അവൻ പറഞ്ഞത്. അവർ ചെന്ന് പറഞ്ഞതായിട്ട് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ല. ചെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, സ്നാപകൻ, എങ്കിൽ വരുവാനിരിക്കുന്നവൻ അവൻ തന്നെ. അങ്ങനെയും ബൈബിളിൽ എഴുതിയിട്ടില്ല, നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആത്മീയ അന്ധത മാറ്റും, ബാഹ്യ അന്ധതയും മാറ്റും. ആത്മീയ ചെകിടത മാറ്റും, ബാഹ്യ ചെകിടതയും മാറ്റും. ആത്മീയ ബന്ധനം അഴിക്കും, ഭൗതിക ബന്ധനവും അഴിക്കും. ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യേശുവിനെ ത്രിയേക ദൈവത്തിൻ്റെ
അകത്തു നിന്ന് ദാസരവും വെടിപ്പിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചെന്ന് പഴയ നിയമത്തിലെ പ്രയോക്താവായ യേശയ്യാവും പുതിയ നിയമത്തിലെ മനോഹരമായി ബൈബിൾ വ്യാഖ്യാനിച്ച് എഴുതിയിരിക്കുന്ന ലൂക്കോസും സുന്ദരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു 61:1-2-4-18. ഈ ബൈബിൾ സന്ദേശങ്ങൾ കേട്ടുകൊണ്ട് ആത്മീയ അന്ധതയും എന്ന് പറഞ്ഞാൽ മാനസാന്തരമില്ലായ്മ, ബാഹ്യ അന്ധതയും, കണ്ണിന് കാഴ്ച കുറഞ്ഞ എല്ലാ തരത്തിലുംപ്പെട്ട ആളുകൾ യേശുവിനെ രക്ഷിതാവും ചക്രവർത്തിയും നാഥനും അത്രയും പോരാ. രക്ഷിതാവാക്കാൻ, ചക്രവർത്തിയാക്കാൻ, നാഥനാക്കാൻ എളുപ്പമാണ്, ദൈവമാക്കാൻ പറ്റണം. എല്ലാവരും പറയുമ്പോൾ ആ ഒരു വാക്ക് പറയാതെ പോകുന്നു. പിശാചെടുത്ത് മാറ്റുന്നതാണ് ആ വാക്കിനെ. യേശുവിനെ രക്ഷിതാവും നാഥനും ചക്രവർത്തിയുമാക്കുക എന്നുള്ളത് ചെറിയ കാര്യമാണ്, ആർക്കും പറ്റും. എന്നാൽ ഒരു വിശുദ്ധന് മാത്രമേ, ഒരു വിശുദ്ധിക്ക് മാത്രമേ ദൈവമായിട്ട് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയിരിക്കെ നമ്മളും യേശുവിനെ അവൻ ദൈവമാണെന്ന് തിരിച്ചറിയുമ്പോൾ ആ ദൈവത്തിൻ്റെ ഇപ്പോഴത്തെ ആകൃതി തിരിച്ചറിയുക. അത് യോഹന്നാൻ 4:24 പറഞ്ഞതുപോലെ ദൈവം അവൻ ആത്മാവാണ്. 1 യോഹന്നാൻ 1:5 അവൻ്റെ മറ്റൊരാകൃതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഒരു ദിവസം പച്ച നിറമുള്ള സാരി ഉടുക്കുന്നു നിങ്ങളുടെ സ്ത്രീകൾ, വേറൊരു ദിവസം നീല നിറമുള്ള സാരി ഉടുക്കുന്നു, മറ്റൊരു ദിവസം ചുവപ്പ് ഇടകലർന്ന സാരി ഉടുക്കുന്നു. ഇതുപോലെ ദൈവം ഓരോ ദിവസവും ഓരോന്നല്ല, ഒരേ ദിവസം തന്നെ ഒന്നേ ദൈവം ആത്മാവാണ്, അതേ ദൈവം വെളിച്ചമാകുന്നു. ബൈബിളിൽ 1 യോഹന്നാൻ എന്ന ബുക്കിൽ 1-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. 1 യോഹന്നാൻ 1:5-ാം വാക്യത്തിൽ, 15 അല്ല 5-ാം വാക്യത്തിൽ ദൈവം വെളിച്ചമാകുന്നു. വെളിച്ചമാകുന്നു എന്നുള്ളതിന് പകരം വെളിച്ചം എന്ന വാക്കിൻ്റെ മലയാള തർജ്ജമ വാക്കായ അഗ്നി എന്ന വാക്കും ചിലപ്പോൾ എഴുതിയിരിക്കാം. ഇനിയും 1 യോഹന്നാൻ 4:8 ദൈവ സ്നേഹം തന്നെ എന്ന് എഴുതിയിരിക്കുന്നു. ദൈവ സ്നേഹം തന്നെ ബൈബിൾ പഠിപ്പിക്കുന്നു. ഒറിജിനൽ ദൈവം സ്നേഹമാണ്. 1 യോഹന്നാൻ 4:8 വാക്യം, ഞാൻ സ്നേഹമാണ്, ഞാൻ നിങ്ങൾക്ക് വെളിച്ചമാണ്. 1 യോഹന്നാൻ 1:5 വാക്യം, ഞാൻ ആത്മാവാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റിൽ ഞാൻ വന്നിരിക്കാം, നിങ്ങളുടെ ബാഗിനകത്ത് ഞാൻ വന്നിരിക്കാം, നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ വന്നിരിക്കാം, നിങ്ങളുടെ ആത്മാവിൽ ഞാൻ സ്ഥിരമായിട്ട് വന്നിരിക്കാം. ഞാൻ ആത്മാവാണ്. നിങ്ങളെനിക്ക് സ്തോത്രകാഴ്ചകൾ സമർപ്പിക്കേണ്ട, നിങ്ങൾ അമ്പെഴുന്നള്ളിപ്പ് നടത്തണ്ട, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ബൈബിൾ പഠിപ്പിക്കുന്നു 1 യോഹന്നാൻ 4:8 ഞാൻ സ്നേഹമാകുന്നു. ഞാൻ നിങ്ങളുടെ അന്ധകാരം നിറഞ്ഞ ലോക ജീവിതത്തിൽ, തമോമയമായ ലോക ജീവിതത്തിൽ, ഏതോ ആദി കവി പാടി തമസ്സോ മാ ജ്യോതിർഗമയ എന്ന് ബൃഹദാരണ്യക ഉപനിഷത്തിൽ യേശു പഠിപ്പിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഇരുട്ട് മാറ്റാൻ ഞാൻ വെളിച്ചമാകുന്നു. തമോമയമായ നിങ്ങളുടെ ജീവിതത്തിൽ, ദുഃഖാഗ്നികൾ നിറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ, മക്കളെ ലഭിച്ചിട്ടില്ലാത്തവർക്ക് അവരുടെയും ജീവിതം വേദനാജനകമാണ്. ക്യാൻസർ പോലെയോ ട്യൂമർ പോലെയോ ചികിത്സിച്ചാലും മാറാത്ത ജീവിതത്തിൽ, തൊഴിലില്ലാത്ത ജീവിതത്തിൽ, ആവശ്യത്തിന് അത്യാവശ്യത്തിന് പോലും പണമില്ലാത്ത ജീവിതത്തിൽ, എപ്പോഴും തമോമയമായ അന്തരീക്ഷത്തിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നു ഞാനാണ് വെളിച്ചം, ദൈവം വെളിച്ചമാകുന്നു എന്ന് ബൈബിൾ പറയുന്നു. യാതൊരു സംശയമില്ലാതെ ഈ ദൈവത്തെ ഫോളോ ചെയ്യാം, വിശ്വസിച്ചുകൊണ്ട് ഇവന് പിന്നാലെ പോകാം. ഇവൻ രാത്രിയിൽ ടോർച്ചായി വരും, ഇവൻ പകല് സൂര്യനായി വരും, യാതൊന്നും സംശയിക്കേണ്ടതില്ല. ഇവൻ സ്നേഹമാണ്. സ്നേഹശൂന്യമായി കുടുംബ അന്തരീക്ഷത്തിൽ ഭാര്യയോ ഭർത്താവോ പിണങ്ങി അവരുടെ വീട്ടിലേക്കോ ഒളിച്ചോ പോകുമ്പോൾ, ആത്മഹത്യക്കോ ഏതിനെങ്കിലും വേണ്ടി ശ്രമിക്കുമ്പോൾ, ഈ ദൈവം സ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദൈവത്തെ ഒന്ന് വിളിച്ചാൽ മതി. നീ വിളിക്കൂ എന്നെ. 2 ദിനവൃത്താന്തം 7-ാം വാക്യം, നീ എന്നെ വിളിക്കൂ, ഞാൻ നിനക്ക് ഹൃദയവാതിൽ തുറന്നു തരാം. മറ്റൊന്നും നീ ചെയ്യേണ്ട, എന്നെ വിളിച്ചാൽ മതി. അതാണ് യേശുവിന് പറയാനുള്ളത്. സത്യസന്ധവും യുക്തിസഹവും സുഗ്രാഹ്യവുമായ യാഥാർത്ഥ്യങ്ങൾ ഇവിടെ പറയുകയായിരുന്നു. തികച്ചും സത്യസന്ധവും യുക്തിസഹവും സുഗ്രാഹ്യവുമായ 3 യാഥാർത്ഥ്യം. 1 ദൈവം ആത്മാവാണ്, 2 ദൈവം വെളിച്ചമാണ്, 3 ദൈവം സ്നേഹമാണ്. ക്രിസ്തുവിനെക്കുറിച്ച് ഈ 3 കാര്യങ്ങൾ ഒരു 30 ദിവസം ഓർത്തിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പാപം ചെയ്യാൻ സാഹചര്യം വരുമ്പോൾ നിങ്ങൾ മാറിപ്പോകും. ദുഃഖങ്ങൾ ഏറ്റെടുക്കുവാൻ സാഹചര്യമുണ്ടാകുമ്പോൾ നിങ്ങൾ ദുഃഖങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ല, യേശു വന്ന് നിങ്ങളുടെ ദുഃഖത്തിൽ നിന്ന് മാറ്റും. ദൈവ സ്നേഹമാണെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് ആരുടെയും നേരെ നോക്കി പിണങ്ങുവാനോ
ക്ഷമ ചോദിക്കാതിരിക്കുവാൻ നമുക്ക് കഴിയില്ല. അതേ പ്രിയപ്പെട്ടവരെ, ആത്മാവായ ദൈവം, വെളിച്ചമായ ദൈവം, സ്നേഹമായ ദൈവം, അവൻ അദൃശ്യനാണ്. അദൃശ്യനായ ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതിമവൽക്കരിക്കുന്നതിന് പകരം അദൃശ്യനായ ദൈവത്തിൻ്റെ സ്വഭാവത്തെ ആത്മവൽക്കരിക്കാൻ സാധിക്കണം. അതാണ് ബൈബിളിലെ ആധ്യാത്മികത. നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കണം. കോടി കോടി സൂര്യ ശോഭ പ്രഭയുള്ള ദൈവം നഗ്ന നേത്രങ്ങൾക്ക് അഗോചരനാകുന്നത് എങ്ങനെ? കോടി കോടി സൂര്യ തേജസ്സിനേക്കാൾ വലുതാണ് അവൻ. എന്നിട്ടും നമ്മുടെ കണ്ണുകൾക്ക് അവനെ കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ സ്നേഹമായ ദൈവത്തെ നമുക്ക് കാണാം. സ്നേഹമാണ് എന്നിടത്തേക്ക് വരുമ്പോൾ, ആത്മാവാണ് എന്നിടത്തേക്ക് വരുമ്പോൾ നമുക്ക് അദൃശ്യനാണ്. വെളിച്ചമാണ് എന്നിടത്തേക്ക് വരുമ്പോൾ നമുക്ക് അദൃശ്യനാണ്. എന്നാൽ അവൻ സ്നേഹമാണ് എന്നിടത്തേക്ക് വരുമ്പോൾ നമുക്ക് തൊടുവാൻ പറ്റും, നമുക്കത് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ ഉള്ള ഈശ്വരന് ഒരു ജഡം കൊടുത്തു. ആത്മാവായ ഈശ്വരന് ഒരു ജഡം കൊടുത്തു. ആ ജഡവുമായി മറിയത്തിൻ്റെ പ്രസവത്തിലൂടെ വെളിയിലേക്ക് വന്ന സാക്ഷാൽ യേശു. ഈശ്വരൻ്റെ ജഡാവതാരത്തിൻ്റെ അടിസ്ഥാനം എന്ത്? ഈശ്വരനായ ക്രിസ്തു ജഡാവതാരം ചെയ്യുവാൻ ഒരു പുരുഷനും ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധം സ്ഥാപിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. മറിയത്തിന് സ്വസ്ഥതയിൽ കഴിയുമ്പോൾ ദൈവാത്മാവ് മറിയത്തിൻ്റെ ഉള്ളിൽ ദൈവവചനത്തെ വിക്ഷേപിക്കുകയാണ് ചെയ്തത്, നിക്ഷേപിക്കുകയാണ് ചെയ്തത്. ജഡസംയോഗത്താലല്ല യേശു ജനിച്ചതെന്നർത്ഥം. ദൈവസ്നേഹം മറിയത്തിൻ്റെ ഉദരത്തിൽ വചനം മാംസം ധരിച്ചുണ്ടായി. വന്നിട്ട് പറഞ്ഞതും പ്രവർത്തിച്ചതും ചിന്തിച്ചതും മരിച്ചതും ഉയർത്തതും ഇനി വരാനിരിക്കുന്നതുമെല്ലാം ആ കരുണാസമ്പന്നൻ്റെ സ്നേഹം കൊണ്ട് മാത്രമാണ്. അപ്രമേയനായ അദൃശ്യനായ ദൈവത്തിന് ഒരു ശരീരം നൽകി അങ്ങ് അകലെയുള്ള സ്വർഗത്തിൽ നിന്ന് ശാപം നിറഞ്ഞ ഒരു പൃഥ്വി മണ്ഡലത്തിലേക്ക് ഇറക്കിക്കൊണ്ട് വന്നത് സ്നേഹമല്ലെങ്കിൽ പിന്നെന്താണ്? മറ്റൊന്നുമല്ല. സ്വയം സ്ഥിതനായ മനുഷ്യ കൈകളുടെ ശുശ്രൂഷകൾ ആവശ്യമില്ലാത്ത, ഭക്ഷണമോ മറ്റെന്തെങ്കിലുമോ കഴിച്ച് സ്വയം സംതൃപ്തി ആവശ്യമില്ലാത്ത, ഈ പ്രപഞ്ചത്തെ മുഴുവനും അടക്കി വാണുകൊണ്ടിരുന്ന ആ സർവശക്തനായ ദൈവത്തിന് തൻ്റെ ഇതര ഗോളങ്ങളുമായി തുലനം ചെയ്യുമ്പോൾ ഒരു പൊട്ടുപോലെ മാത്രമുള്ള ഈ ഭൂമിയെ സന്ദർശിക്കുവാൻ മാത്രം കൃപ തോന്നിയത് സ്നേഹം കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ്? സ്നേഹം കൊണ്ട് മാത്രമാണ്. യോഹന്നാൻ 3:16 ദൈവം സ്നേഹമാണെന്നും ആ ദൈവം അത്ര അധികമായി ഈ ലോകത്തെ സ്നേഹിച്ചു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായി പുത്രനെ ലോകത്തിന് നൽകിക്കൊണ്ട് അത്ര അധികമായി ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നെഴുതിയിരിക്കുന്നു. സ്നേഹിക്കുക എന്ന വാക്ക് ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് തൻ്റെ മക്കളെയോ പ്രിയപ്പെട്ടവരെയോ സ്നേഹിക്കുവാനുള്ളൊരു ഹൃദയം ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. അവർ വഴക്കടിക്കുമ്പോഴും അവർ സത്യദൈവമായി ക്രിസ്തുവിലേക്ക് വരാത്തപ്പോഴും അമ്മമാർ സ്നേഹിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന അപ്പന്മാർ തൻ്റെ ഇണയെയും തൻ്റെ സഹോദരങ്ങളെയും മക്കളെയും സ്നേഹിച്ചു കൊണ്ടേയിരിക്കുന്നു. കാരണം സ്നേഹിക്കുവാൻ മാത്രമേ അവർക്ക് അറിയാവുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹിക്കുന്നു. 1 യോഹന്നാൻ 4:8 യോഹന്നാൻ 3:16 ഒടുവിലും ദൈവകോപം ന്യായമായും അർഹിക്കുന്ന മനുഷ്യന്, ഞാൻ എന്താ പറഞ്ഞ്, ദൈവകോപം ന്യായമായും മനുഷ്യൻ അർഹിക്കുന്നു. എന്തുകൊണ്ട്? ദൈവപ്രമാണങ്ങൾ അവൻ ലംഘിക്കുന്നത് കൊണ്ട്. എന്തുമാത്രം രാഷ്ട്രീയ കോലാഹലങ്ങളും കൊലപാതകങ്ങളും പണം കൊടുത്ത മനുഷ്യനെ കൊല്ലലും കൊല്ലിക്കലുകളും എന്തുമാത്രം നടന്നു. അപ്പോൾ തീർച്ചയായിട്ടും ന്യായമായും ദൈവകോപം അർഹതപ്പെട്ടവനാണ് മനുഷ്യൻ. അങ്ങനെയുള്ള മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു. പാപിയായ മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു. കൊലയാളിയായ മനുഷ്യനെ കൊല ചെയ്തതിന് സമ്മാനം കൊടുക്കാനല്ല, പശ്ചാത്തപിക്കാൻ തയ്യാറാണെങ്കിൽ കൊലപാതകം എന്ന പാപത്തെ മോചിച്ചു കൊടുക്കുവാൻ അത്ര അധികമായി ഈ ദൈവം സ്നേഹിക്കുന്നു, ക്രിസ്തു സ്നേഹിക്കുന്നു. ഇതാണ് സത്യം. ദൈവത്തിന് സ്വർഗത്തിന് സ്നേഹിക്കുവാൻ തൻ്റെ ഏകജാതനായ സ്നേഹസ്വരൂപനായ ഒരു പുത്രൻ ഉണ്ടായിരുന്നു.
ത്രിയേക ദൈവത്തിൽ നടുക്കിരിക്കുന്ന യേശു, അവനെ പുതിയ നിയമത്തിൽ ബൈബിളിൽ പഴയ നിയമത്തിലും ചിലയിടത്ത് അവനെ മനുഷ്യപുത്രനെന്നോ ദൈവപുത്രനെന്നോ വിളിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രപഞ്ചത്തിൽ അങ്ങ് ആകാശത്തിൽ എന്തുമാത്രം ഗോളങ്ങൾ, മനോഹരങ്ങളായ സൃഷ്ടിജാലങ്ങൾ എത്രമാത്രം ഈ പ്രകൃതിയിൽ, അതൊക്കെ മറികടന്ന് അനുസരണം കെട്ട, മനഃപൂർവ്വം പാപം ചെയ്ത, ദൈവഹത്യ നടത്തിയ, കാൽവരി ക്രൂശിലിൻ്റെ താഴ്വരയിൽ വെച്ച്, ക്രൂശിൽ വെച്ച് ദൈവഹത്യയല്ലേ നടത്തിയത്? ആ ദൈവം ദൈവഹത്യ ചെയ്ത എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കൊന്ന, മടിക്കാത്ത ദൈവവിരോധികളെ അളവ് കൂടാതെ സ്നേഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് അന്ന് ഉറക്കെ പറയുകയുണ്ടായി, വിളിച്ചു പറയുകയുണ്ടായി. തന്നെപ്പോലും അഥവാ സത്യദൈവത്തെ, മനുഷ്യനായി കടന്നു വന്ന ദൈവത്തെ ദൈവഹത്യ ചെയ്ത അവരോട് പോലും ക്ഷമിച്ച ഒരു ദൈവം സ്നേഹമാണ് എന്ന് 1 യോഹന്നാൻ 4:8-9 വാക്യങ്ങളിൽ പറയുന്നത് നാം അംഗീകരിച്ച് മതിയാവുകയുള്ളൂ. കാരണം തെളിവ് സഹിതമാണ് പറയുന്നത്. യോഹന്നാൻ 3:16 ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് എഴുതി വച്ചത് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ദൈവത്തിനൊരു സ്വരൂപമുണ്ടായി എന്ന് മാത്രം ക്രിസ്തു, ദൈവത്തിനൊരു ആളത്വമുണ്ടായി എന്ന് മാത്രം ക്രിസ്തു, ദൈവത്തിനൊരു ആളത്വമായി ക്രിസ്തുവായി വരുവാൻ ദൈവം അനുവദിച്ചു. ദൈവത്തെ നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും? അവൻ അരൂപൻ, ഈശ്വരൻ, അദൃശ്യനാണ്, നമുക്കതറിയാം. അതുകൊണ്ട് അവനെ നമുക്ക് ഒരിക്കലും നിർവചിക്കാനാവുകയില്ല, സ്നേഹത്തെയും നിർവചിക്കാനാവുകയില്ല. ദൈവം സ്നേഹമാണെന്ന് പറയുന്നത് തിരിച്ചു പറഞ്ഞാൽ സ്നേഹം ദൈവമാണെന്നാണല്ലോ. അപ്പോൾ ഈ സ്നേഹത്തെയും നിർവചിക്കാനാവുകയില്ല. പാപമൊഴികെ സകലത്തെയും ദൈവം സ്നേഹിക്കുന്നു. പ്രിയരെ, ദൈവം ഒരു പാപിയെയും വെറുക്കുന്നില്ല, ഒരിക്കലും വെറുക്കുന്നില്ല. നമ്മളോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനെ വെറുക്കുകയാണ്. പാപം ചെയ്യുന്നവന് എന്ന് പറയുന്നതിന് പകരമാണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവൻ, അവനെ നമ്മൾ വെറുക്കുന്നു. സഭകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവൻ, അവനെ നമ്മൾ വെറുക്കുന്നു. ദൈവമാകട്ടെ ഒരു പാപിയെയും വെറുക്കുന്നില്ല. ജാതിയും മതവും ഇല്ലാത്ത ഈശ്വരൻ മുഖപക്ഷമില്ലാത്തവനാകയാൽ അവന് മുഖപക്ഷമില്ല, അവൻ സകലനെയും സ്നേഹിക്കുകയാണ്. ദൈവം നല്ലവനാകയാൽ തൻ്റെ സൃഷ്ടിജാലങ്ങളെയെല്ലാം അവിടത്തേക്ക് സ്നേഹമാണ്. കളകൂജനം പൊഴിക്കുന്ന പക്ഷികളും ഭയങ്കരമായി കടിച്ച് കാറിക്കീറി ബഹളം വെക്കുന്ന കാട്ടാനകളും ഉൾപ്പെടെ, കടുവയും ഉൾപ്പെടെ, ഈ ലോകത്തിൽ താൻ സൃഷ്ടിച്ച എല്ലാത്തിനെയും ദൈവം സ്നേഹിക്കുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ പരിധിയിൽ ആരെല്ലാമുണ്ട്? എങ്ങനെയാണ് ദൈവം സ്നേഹിക്കുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം. ദൈവസ്നേഹത്തിൻ്റെ പരിധിയിൽ ആരെല്ലാമുണ്ട്? എങ്ങനെയാണ് ദൈവം സ്നേഹിക്കുന്നത്? യോഹന്നാൻ 3:35-ലും 10:17-ലും ദൈവം തൻ്റെ പുത്രനെ സ്നേഹിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. എവിടെയൊക്കെയാണ്? യോഹന്നാൻ 3:35-ലും യോഹന്നാൻ 10:17-ലും ദൈവം തൻ്റെ പുത്രനെ സ്നേഹിക്കുന്നു. എൻ്റെ പേര് ത്രേസ്യാമ്മ വർഗീസ്. ഞാൻ സൗദി അറേബ്യയിൽ റിയാദിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. 2 മാസത്തിന് മുമ്പ് എനിക്ക് ഇതുപോലെ ഒരു ബ്രസ്റ്റിൽ നിന്ന് ഡിസ്ചാർജ് വന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞില്ല. 2-3 ലാബുകളിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്നൊരു ദിവസം എനിക്ക് ബസ് നേരത്തെ വന്നു എനിക്ക് പോകേണ്ടതുകൊണ്ട് ഡ്രസ്സ് ഞാൻ അവിടെ ഊരിയിട്ടു. ഹസ്ബൻഡ് കണ്ടുപിടിച്ചു ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതുപോലെ ബ്ലഡ് വന്നതാണ്, ഇതുപോലെ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഉടനടി തന്നെ 2 ആഴ്ച കൊണ്ട് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ എൻ്റെ മോളെ കാണാൻ പോയി. എന്നെ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അവൾക്ക് എന്ത് പറ്റി മമ്മിക്ക് എന്ന് ചോദിച്ചു. എനിക്ക് സൗണ്ടൊന്നുമില്ലായിരുന്നു, തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ തിരിച്ച് വണ്ടിയിൽ കയറിയപ്പം അവിടെ കണ്ണ് നനയുന്ന കണ്ടു. അപ്പം അവളവിടെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അച്ചാച്ച എൻ്റെ മമ്മിക്ക് സുഖമില്ല, അച്ചാച്ചന് ആരോടെങ്കിലും പറഞ്ഞ് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ക്രമീകരിക്കണമെന്ന്. അതും പ്രകാരം മോൻ പോകുന്ന കൂട്ടായ്മയിൽ ബിനോജ് പാസ്റ്ററിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. പണ്ട് പോലെ എനിക്ക് പാസ്റ്റർമാരെന്ന് കേൾക്കുന്ന അലർജിയായിരുന്നു. അപ്പം ബിൻസുമോടെ മമ്മി എന്നെ ഒന്നും പറയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പാസ്റ്റർ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ
എനിക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നി. ഞാൻ വെള്ളം കുടിക്കാനായിട്ട് പോയി. അപ്പോൾ എനിക്കൊന്ന് പ്രസ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. ഞാൻ പ്രസ് ചെയ്തു എൻ്റെ ലെഫ്റ്റ് ബ്രസ്റ്റ്. അപ്പോൾ അതിൽ നിന്ന് പസും ബ്ലഡും വന്നു. അത് വീണ്ടും ഞാൻ ആസ്പിറേറ്റ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ ലാബിലോട്ട് വിട്ടു. അവർ പറഞ്ഞു അണുബാധയാണ്, ക്യാൻസറിൻ്റെ ഒരു ഇതുമില്ല എന്ന് പറഞ്ഞു. അതും പ്രകാരം അതിൻ്റെ പിറ്റേ ദിവസം തന്നെ വീണ്ടും ബിനുജ് പാസ്റ്റർ വീട്ടിൽ വന്നു. പാസ്റ്റർ പ്രാർത്ഥിച്ചു, കുഴപ്പമൊന്നുമില്ല. പിന്നെ മുല്ലക്കര സാറിൻ്റെ പ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞു പൊൻകുന്നത്ത്, അവിടെ പോകണമെന്ന് പറഞ്ഞു. അവിടെ വന്നു. അവിടെ വെച്ച് എനിക്ക് തൈറോയിഡിൻ്റെ ഭയങ്കരമായ വേദനയും കാര്യങ്ങളും ഉണ്ടായി. ആഹാരം ഇറക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ആഹാരം ഞാൻ കഴിച്ചു, ഒരു തടസ്സവും ഇല്ലാതെ. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ ഫോൺ നമ്പർ 99 46 00 41 40.